ولا تنكرا جهلا نكيرا ومنكرا ولا الحوض والميزان إنك تنصح وقل يخرج الله العظيم بفضله من النار أجسادا من الفحم تطرح على النهر في الفردوس تحيا بمائه كحب حميل السيل إذ جاء يطفح وإن رسول الله للخلق شافع قل في عذاب القبر حق موضح ولا تنكرا إن شهدكرد جهلا അറിവ് ഇല്ലാതെ നക്കീറൻ വമുൻകറൻ നക്കീറനെയും മുൻകറിനെയും നിഷേധിക്കരുത് വലൽ ഹൗദ വൽ മീസാന ഹൗദിനെ നിഷേധിക്കരുത് വൽ മീസാന മീസാനെ നിഷേധിക്കരുത് ഇന്നക തുൻസഹു നിനക്ക് നസീഹത്ത് നൽകപ്പെടുകയാണ് വഖുൽ നീ പറയുക യുഖ്രിജു അല്ലാഹുൽ അസീമു ബിഫദ്ലിഹി അല്ലാഹു അവന്റെ ഔദാര്യത്താൽ മോചിപ്പിക്കുന്നതാണ് മിനൻ നാരി അജ്സാദൻ മിനൽ ഫഹ്മി തുത്രഹു നരകത്തിൽ നിന്ന് കരിക്കട്ടയായ ശരീരങ്ങളെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആലൻ തുത്രഹു അലൻ നഹരി ഫിൽ ഫിർദൗസ് തഹ്യാ ബിമാഇഹി അത് സ്വർഗത്തിലെ ഒരു നദിയിൽ അതിന് ജീവൻ വെക്കുന്നതാണ് കഹബ്ബി ഹമീലി സൈലി ഇദ് ജാഅ യത്ഫഹു മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന വിത്തുകൾ എങ്ങനെയാണോ വെള്ളത്തിൽ മുളച്ചു പൊങ്ങുന്നത് അതുപോലെ സ്വർഗത്തിൽ അവർ വീണ്ടും അവരുടെ ശരീരം വളർന്ന് ഏറ്റവും നല്ല രൂപം പ്രാപിക്കുന്നതാണ് وإن رسول الله للخلق شافع وقل في عذاب القبر حق موضح അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പുകൾക്ക് ശുപാർശകനായിരിക്കും വഖുൽ ഫി അദാബിൽ ഖബ്രി ഹഖ്ഖുൻ മുവദ്ദഹു ഈ പറയുക ഖബർ ശിക്ഷയെക്കുറിച്ച് അത് ഹക്കാണ് സത്യമാണ് അത് ഏറ്റവും വ്യക്തമായ കാര്യമാണ് നോക്കൂ ഈ വരികളിൽ അഹ്ലുസുന്നത്തിന്റെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ചില വിശ്വാസ കാര്യങ്ങൾ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് പറയുകയാണ് ഒന്ന് ഖബറിലെ ഫിത്നയും ഖബറിലെ പരീക്ഷണവും അവിടെയുള്ള രക്ഷാശിക്ഷകളുമാണ് പിന്നെ പരലോകത്തെ ഹൗദ് അതുപോലെ പരലോകത്തെ മീസാൻ അള്ളാഹു നരകത്തിൽ അകപ്പെട്ട ഒസാഫുൽ മുഅ്മിനീൻ അഥവാ മുഅ്മിനീങ്ങളിലെ പാപികളെ ഒടുവിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യം അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നാളെ പരലോകത്ത് ശുപാർശ പറയും ഈ കാര്യങ്ങളാണ് ഈ വരികളിൽ ഉള്ളത് നോക്കൂ നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ വിശ്വാസം അന്ത്യനാളിലുള്ള നമ്മുടെ വിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മരണത്തിന് ശേഷം സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലുമുള്ള വിശ്വാസമാണ് അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന ആ ഈമാനിന്റെ പരിധിയിൽ വരിക ഈമാൻ ബിൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ പരലോകത്തിലുള്ള വിശ്വാസം എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ മരണശേഷം സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലുമുള്ള വിശ്വാസമാണ് അന്ത്യനാളിലുള്ള വിശ്വാസം യൗമുൽ ആഖിറിലുള്ള വിശ്വാസം ഇത് യഥാർത്ഥത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ബർസഖിലെ ജീവിതം മരണത്തിനു ശേഷം ഖബറിലെ പരീക്ഷണവും അതിലെ രക്ഷാശിക്ഷകളും രണ്ട് മശാഹിദു യൗമുൽ ഖിയാമ അന്ത്യനാളിലെ രംഗങ്ങളാണ് അന്ത്യനാളിലെ വിവിധ രംഗങ്ങളാണ് ഉദാഹരണത്തിന് അല്ലാഹു ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക അതുപോലെ പ്രവർത്തനങ്ങൾ അതിന്റെ ഏടുകൾ പ്രദർശിപ്പിക്കപ്പെടുക അത് തൂക്കി നോക്കപ്പെടുന്ന മീസാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് അതുപോലെ സിറാത്ത് എന്നീ അന്ത്യനാളിലെ നരകത്തിന് മുകളിലുള്ള പാലമാണ് സിറാത്ത് എന്നിങ്ങനെയുള്ള അന്ത്യനാളിലെ രംഗങ്ങൾ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അൽ ജന്നത്തു വന്നാർ സ്വർഗവും നരകവുമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അന്ത്യനാളിലുള്ള വിശ്വാസം എന്നത് മരണത്തിന് ശേഷം ബർസഖിലെ
പരീക്ഷണവും അവിടെയുള്ള രക്ഷാശിക്ഷകളും. രണ്ടാമത്തേത് അന്ത്യനാളിലെ വിവിധ രംഗങ്ങൾ. 3 സ്വർഗവും നരകവും. നോക്കൂ, ഇതിൽ ആദ്യത്തേത് ബർസഖിലെ ജീവിതമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഫിർഔനെയും കൂട്ടരെയും കുറിച്ച് അല്ലാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ബർസഖിലെ അവർക്കുള്ള ശിക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ. ഖബറിലെ ശിക്ഷ അത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടാണ് അവസാനിപ്പിക്കാറുണ്ടായിരുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ 4 കാര്യങ്ങൾ. നോക്കൂ, ഇത് വിശ്വസിച്ചിരിക്കുക ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, നിർബന്ധമാണ്. ഖബറിൽ ഫിത്ന ഉണ്ടാകും, പരീക്ഷണം ഉണ്ടാകും എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഒന്നുകിൽ ഓരോരുത്തരുടെ ഖബറും റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും, ഔ ഹുഫ്റത്തു മിൻ ഹുഫറിൻ നാർ, അല്ലെങ്കിൽ നരകക്കുഴികളിൽ ഒരു കുഴിയായിരിക്കും. ഈ രണ്ടാലൊരു രൂപത്തിൽ അല്ലാതെ ലോകത്തൊരു ഖബറുമില്ല. അത് ഒരാൾ എങ്ങനെ മരിച്ചാലും, മരിച്ചതിനു ശേഷം അവനെ ഖബറടക്കിയാലും, എന്നാൽ അവൻ ചാരമായി തീർന്നാലും, അവനെ മൃഗങ്ങൾ ഭക്ഷിച്ചാലും, അവൻ സമുദ്രത്തിൽ അതിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായാലും, എന്തായാലും ശരി, ബർസഖിലെ രക്ഷാശിക്ഷകളും അവിടെയുള്ള പരീക്ഷണവും ഓരോരുത്തർക്കുമുള്ളതാണ്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, خرجنا مع النبي صلى الله عليه وسلم في جنازة رجل من الأنصار. അൻസാറുകളിൽ ഒരാളുടെ ജനാസയിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. فانتهينا إلى القبر ولما يلحد. ഖബറിനരികിൽ നമ്മൾ എത്തി, പക്ഷേ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഖബർ കുഴിച്ച് അത് ശരിപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. فجلس رسول الله صلى الله عليه وسلم وجلسنا حوله كأن على رؤوسنا الطير. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, ഞങ്ങൾ ചുറ്റുമിരുന്നു, ഞങ്ങളുടെ ശിരസ്സുകളിന്മേൽ പക്ഷി വന്നിരിക്കുന്നത് പോലെ. അത്രയും ശ്രദ്ധയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഞങ്ങളിരുന്നു. وفي يده عود ينكت في الأرض. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. നബി അതിങ്ങനെ താഴേക്ക് കുത്തിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന രൂപത്തിൽ. ഫറഫഅ റഅസഹ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുയർത്തി പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുക. മറത്തൈനി ഔ സലാസൻ, 2 or 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എന്ത്? ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടിക്കൊള്ളുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ അൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിന ദുനിയ വഇഖ്ബാലിൻ മിന അൽ ആഖിറ. ഒരു മുഅ്മിനായ അടിമ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന, പരലോകത്തേക്ക് അവൻ യാത്ര തുടങ്ങുന്ന സമയമായാൽ, അഥവാ അവന്റെ മരണനേരമായാൽ, നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ, ആകാശലോകത്തു നിന്ന് മലക്കുകൾ അവന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ബീദുൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള മലക്കുകൾ. കഅന്ന വുജൂഹഹും അശ്ശംസ്, അവരുടെ മുഖങ്ങൾ സൂര്യൻ പോലെ തിളങ്ങുന്നുണ്ടാകും. മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ തുണിയുണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ടാകും. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, അവന്റെ കണ്ണെത്താവുന്ന ദൂരത്തോളം അവർ വന്ന് ഇരിക്കും. മലക്കുകൾ അവൻ കാണും, മരിച്ചിട്ടില്ല, മരിക്കുന്നതിന്റെ മുൻപ്. അങ്ങനെ സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അവന്റെ തലക്കരികിലിരിക്കും. നേരത്തെ വന്നത് മലക്കുൽ മൗത്തിന്റെ സഹായികളായ മലക്കുകളാണ്. അങ്ങനെ
فيقول أملك بريم أيتها النفس الطيبة اخرجي إلى مغفرة من الله ورضوان. طيبتاയ ശിഷ്ടമായ ആത്മാവെ പുറത്തേക്ക് വരൂ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അവന്റെ പാപമോചനത്തിലേക്ക്, റിദ്വാൻ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്. فتخرج تسيل كما تسيل القطرة من في السقاء. ഒരു പാത്രത്തിന്റെ വായിലൂടെ എങ്ങനെയാണോ ഒരു തടസ്സവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ചു വരുന്നത്, അതുപോലെ അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഫയഖുദുഹാ, മലക്കുൽ മൗത്ത് അത് കയ്യിലെടുക്കും. فإذا أخذها لم يدعوها في يده طرفة عين حتى يأخذوها. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും മലക്കുൽ മൗത്ത് തന്റെ കയ്യിൽ അത് വെക്കുകയില്ല. അപ്പോഴേക്കും സഹായികളായ മലക്കുകൾ അത് കയ്യിലേക്ക് വാങ്ങും. فيجعلوها في ذلك الكفن وفي ذلك الحنوط. അവർ ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന തുണിയിലും സുഗന്ധത്തിലും ഈ റൂഹിനെ പൊതിയും. ويخرج منها كأطيب نفحة مسك وجدت على وجه الأرض. ഭൂമിയിലെ ഏറ്റവും സുഗന്ധപൂരിതമായ കസ്തൂരിയേക്കാൾ അപ്പോൾ ആ ആത്മാവിന് സുഗന്ധമുണ്ടാകും. ഫയസ്അദൂന ബിഹ, എന്നിട്ട് ഈ മലക്കുകൾ അവന്റെ റൂഹുമായി ആകാശത്തേക്ക് കയറിപ്പോകും. فلا يمرون على ملأ من الملائكة إلا قالوا ما هذا الروح الطيب. ആകാശലോകത്തെ മലക്കുകളുടെ സംഘത്തിനരികിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം, ഓരോ മലക്കുകളുടെ സംഘത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മലക്കുകളുടെ സംഘവും ചോദിക്കും, മാ ഹാദ റൂഹ് തയ്യിബ്, ഇതാരുടേതാണ്, ഈ വിശിഷ്ടമായ റൂഹ് ആരുടേതാണ്? ഫയഖൂലൂൻ ഫുലാൻ ഇബ്ൻ ഫുലാൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫി ദുനിയ. ഇത് ഇന്ന ആളുടെ മകൻ ഇന്നയാളാണ്. അവന്റെ ദുനിയാവിലെ ആ മനോഹരമായ പേര് ഇപ്പയിലേക്ക് ചേർത്തി വിളിച്ചുകൊണ്ട് പറയും. ഹത്താ യൻതഹൂ ബിഹാ ഇല അസ്സമാഇ ദുനിയ, അങ്ങനെ ഭൂമിയോട് അടുത്ത ആകാശത്തിന്റെ വാതിൽക്കൽ എത്തും. ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹും, തുറക്കാൻ ആവശ്യപ്പെടും, അതിന്റെ വാതിൽ തുറക്കും. ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇല അസ്സമാഇ അല്ലതി തലിഹാ. ഓരോ ആകാശത്തെയും മലക്കുകൾ അടുത്ത ആകാശം വരെ ഈ പോകുന്ന ആളെ അനുഗമിക്കും, ഈ റൂഹിനെ അനുഗമിക്കും. ഹത്താ യുൻതഹാ ബിഹി ഇല അസ്സമാഇ അസ്സാബിഅ, ഏഴാമത്തെ ആകാശത്തിലെത്തും. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, എന്റെ അടിമയുടെ രേഖ നിങ്ങൾ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുക. ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ, പുണ്യവാന്മാരുടെ രേഖ അത് ഇല്ലിയീനിലാണ്. അങ്ങനെ അതിൽ രേഖപ്പെടുത്തു എന്ന് റബ്ബ് പറയും. വഅഈദൂഹു ഇലൽ അർദ്, ഇവനെ നിങ്ങൾ ഭൂമിയിലേക്ക് ഈ ആത്മാവിനെ മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ, മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്നാണ് ഞാനിവനെ പടച്ചത്, അതിലേക്ക് ഞാനിവനെ മടക്കും, അതിൽ നിന്ന് തന്നെ ഞാനിവനെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരും. ഖാല ഫതുആദു റൂഹുഹു ഫി ജസദിഹി, അപ്പോഴേക്കും ഖബറടക്കിയിട്ടുണ്ടാകും, റൂഹ് ആൾക്ക് തിരിച്ചു കിട്ടുകയാണ് ഖബറിൽ. അങ്ങനെ ഫയഅതീഹി മലക്കാൻ, രണ്ട് മലക്കുകൾ ഇയാളുടെ അരികിലേക്ക് വരും. ചില റിവായത്തുകളിൽ കാണാം അസ്വദാനി അസ്റഖാൻ, കറുത്ത നിറമുള്ള നീല കണ്ണുകളുള്ള ഭീതിപ്പെടുത്തുന്ന രൂപമുള്ള മലക്കുകൾ. ഫയുജ്ലിസാന, അവർ രണ്ടുപേരും, രണ്ടു മലക്കുകളും ഇദ്ദേഹത്തെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹ്, എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂലു റബ്ബി അല്ലാഹ്, അയാൾ പറയും എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാനി ലഹ്, മലക്കുകൾ ചോദിക്കും, മാ ദീനുക്, എന്താണ് നിന്റെ ദീൻ? ഫയഖൂലു ദീനി അൽ ഇസ്ലാം, അയാൾ പറയും എന്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹ് മാ ഹാദ അർറജുലു അല്ലദീ ബുഇസ ഫീകും, ഇദ്ദേഹത്തെക്കുറിച്ച്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ചോദ്യം. ഫയഖൂൽ, അദ്ദേഹം പറയും, ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ വത്തബഅനാഹ് ഫഅമന്നാ ബിഹി വത്തബഅനാഹ്, ഞങ്ങളിലേക്ക് സന്മാർഗവും വ്യക്തമായ തെളിവുമായി വന്ന അല്ലാഹുവിന്റെ റസൂലാണ്, വന്നപ്പോൾ ഞങ്ങൾ നബിയിൽ വിശ്വസിച്ചു, നബിയെ പിൻപറ്റി. വമാ ഇൽമുക്, എന്താണ് നിന്റെ അറിവ്? ഫയഖൂൽ, അദ്ദേഹം പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചിട്ടുണ്ട്. ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അതിൽ വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി. ഫയുനാദി മുനാദിൻ ഫിസ്സമാ, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന
وطيب فأفرشوه من الجنة وألبسوه من الجنة وافتحوا له بابا إلى الجنة. അവനെ നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് അവന്റെ ഖബറിൽ വിരിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ ഉടുപ്പിക്കുക, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അങ്ങനെ അതാ സ്വർഗത്തിൽ നിന്നുള്ള പരിമളവും വെളിച്ചവുമെല്ലാം അവന്റെ ഖബറിലേക്ക് വന്നെത്തുകയാണ്. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹ്, കണ്ണെത്താവുന്ന ദൂരത്തോളം അവന്റെ ഖബർ വിശാലമാക്കപ്പെടുകയാണ്. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുൽ സിയാബി തയ്യിബുർ റീഹ്, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ച നല്ല സുഗന്ധമുള്ള ഒരാൾ ഖബറിലേക്ക് വരും. ഫയഖൂൽ, ഖബറാൾ ചോദിക്കും, അബ്ശിർ ബില്ലദി യസുറുക്, എന്നിട്ട് ഇദ്ദേഹത്തോട് പറയും, അബ്ശിർ ബില്ലദി യസുറുക് ഹാദാ യൗമുക അല്ലദി കുൻത തുഅദ്, സന്തോഷിച്ചോളൂ, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട നാളാണിത്. അദ്ദേഹം ചോദിക്കും, ഖബറാൾ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുക അൽവജ്ഹു യജീഉ ബിൽ ഖൈർ, ഈ ഖൈറുമായി വന്ന നിന്റെ ഈ മുഖം. ഫയഖൂൽ അന അമലുക സ്സാലിഹ്, വന്ന ആൾ പറയും, ഞാൻ നിന്റെ സൽപ്രവർത്തനങ്ങളാണ്. ഫയഖൂലു റബ്ബി അഖിമി സ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, ഇദ്ദേഹം പറയും, അല്ലാഹുവേ ഒന്ന് അന്ത്യനാൾ കൊണ്ടുവരും, പരലോകം വേഗം ഒന്ന് കൊണ്ടുവരും. എന്തിന്? സ്വർഗത്തിലേക്ക്, അവിടെ എന്റെ കുടുംബത്തിലേക്ക്, എനിക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള സ്വർഗീയ സമ്പത്തിലേക്ക് എനിക്ക് പോകാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നൽ അബ്ദൽ കാഫിർ, കാഫിറായ ഒരു അടിമയാണോ, മറ്റു ചില റിവായത്തുകളിൽ മുനാഫിഖ്, ഇദാ കാന ഫി ഇൻഖിതാഇ മിന അദ്ദുനിയ വഇഖ്ബാൽ മിന അൽആഖിറ, അവൻ ദുനിയാവ് വിട്ടുപിരിയുന്ന പരലോകത്തേക്ക് യാത്ര തുടങ്ങുന്ന സമയമായാൽ, നസല ഇലൈഹി മിനസ്സമാഇ മലായികത്തുൻ സൂദുൽ വുജൂഹ്, അവന്റെ അരികിലേക്ക് കറുത്ത നിറമുള്ള കറുത്ത മുഖമുള്ള മലക്കുകൾ ഇറങ്ങി വരും. മഅഹുൽ മുസൂഹ് ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, അവരുടെ പക്കൽ തുണികളുണ്ട്, അവർ അവന്റെ കണ്ണെത്താവുന്ന ദൂരത്തോളം ഇരിക്കുകയാണ്. ثم يجيء ملك الموت حتى يجلس عند رأسه, മലക്കുൽ മൗത്ത് വന്നവന്റെ തലക്കരികിലിരിക്കും. എന്നിട്ട് പറയും, അയ്യത്തുഹ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബിൻ, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് അവന്റെ വെറുപ്പിലേക്ക് പുറപ്പെട്ട് വരിക. ഫതഫറഖു ഫി ജസദിഹി, റൂഹ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരാതെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക്, അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കും. ഫയൻതസിഉഹാ കമാ യുൻതസഉ السفود من الصوف المبلول, അവന്റെ റൂഹിനെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കും. എങ്ങനെ? നനഞ്ഞ പരുത്തിയിൽ നിന്ന് മുള്ളു പറിച്ചെടുക്കുന്നത് പോലെ. വയഖ്റുജു മിൻഹാ കഅൻ, എന്നിട്ട് എന്തു ചെയ്യും? അതിനെ ഫയഖുദുഹ, മലക്കുൽ മൗത്ത് എടുക്കും, ബാക്കിയുള്ള മലക്കുകൾ കയ്യിലേറ്റുവാങ്ങും. എന്നിട്ട് ആ തുണിയിൽ അവനെ പൊതിയും. അതിൽ അപ്പോൾ നോക്കൂ, അതിൽ നിന്ന് ويخرج منها كأنتن ريح جيفة وجدت على وجه الأرض, ഭൂമിയിലെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലെയുള്ള ദുർഗന്ധം അവന്റെ ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. മുകളിലേക്ക് കയറിപ്പോകും. മലായിക്കത്ത് ഇത് കണ്ടാൽ ചോദിക്കും, മാ ഹാദ റൂഹുൽ ഖബീസ്, ആരുടേതാണ് ഈ വൃത്തികെട്ട ആത്മാവ്? ഇന്നവന്റെ മകൻ ഇന്നവനാണ് എന്ന അവന്റെ ആ മോശമായ പേര് പറയും. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽക്കലെത്തും. വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. ഫലാ യുഫ്തഹു ലഹ്, വാതിൽ തുറക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂന അൽ ജന്ന ഹത്താ യൽജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല സൂചി തുളയിലൂടെ ഒട്ടകം പ്രവേശിച്ചാലല്ലാതെ. حتى يلج الجمل في سم الخياط, മറ്റൊരു ഖിറാഅത്ത് حتى يلج الجمل في سم الخياط എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ അത് നങ്കൂരമിടാൻ ഉപയോഗിക്കുന്ന വലിയ കയറുണ്ട്. അതെങ്ങനെയാണ് സൂചിയുടെ ചെറിയ നൂല് കോർക്കുന്ന സൂചിയുടെ തുളയിലൂടെ ഒരിക്കലും കടക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാലല്ലാതെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. അല്ലാഹു പറയും, ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ,
അവന്റെ രേഖ നിങ്ങൾ സിജ്ജീനിൽ രേഖപ്പെടുത്തുക. ഫിൽ അർദി സുഫ്ല, ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ. ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ. സിജ്ജീനിലാണ് ഫുജ്ജാറുകളുടെ, വൃത്തികെട്ട ആളുകളുടെ രേഖ. അങ്ങനെ അവന്റെ റൂഹദാ താഴേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഫതുത്രഹു റൂഹുഹു തർഹൻ, താഴേക്ക് വലിച്ചെറിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. അല്ലാഹുവിൽ പങ്കുചേർത്തവൻ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചവനെ പോലെയാണ്. അങ്ങനെ ഫതുആദു റൂഹുഹു ഫി ജസദിഹി, ഖബറടക്കിയിട്ടുണ്ടാകും, അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചു കിട്ടും. രണ്ടു മലക്കുകൾ, നേരത്തെ പറഞ്ഞതുപോലുള്ള മലക്കുകൾ അവന്റെ അരികിലേക്ക് വരും. ചോദിക്കും, റബ്ബുക് ഫയഖൂലു, അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞവൻ അട്ടഹസിക്കും. മദീനുക്, അത് തന്നെയാണ് മറുപടി. ഓരോന്ന് ചോദിക്കുമ്പോഴും അവന്റെ മറുപടി ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കും, അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, ആളുകൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, ഞാനും അതുപോലെ പറഞ്ഞു. മുകളിൽ നിന്ന് വിളിച്ചു പറയും, എന്റെ അബ്ദ് അവൻ കളവ് പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂ ലഹു മിനൻ നാർ, അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാർ, അവന് നരകത്തിൽ നിന്ന് ഒരു വാതിൽ, നരകത്തിലേക്ക് ഒരു വാതിൽ അവന്റെ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ ഹർരിഹ വസമൂമിഹ, അവിടെയുള്ള തീയും ചൂടുമെല്ലാം അവന്റെ ഖബറിലേക്ക് എത്തിച്ചേരും. വയുദയ്യഖു അലൈഹി ഖബറു, അവന്റെ ഖബർ അവനെയും കൊണ്ട് ഞെരുങ്ങുന്നതാണ്. ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉ, അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോകുമാർ ഖബർ അവനെയും കൊണ്ട് കുടുങ്ങുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഫിയ. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹ്, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു മുഖമുള്ള ഒരാൾ അവന്റെ ഖബറിലേക്ക് വരും. ഖബീഹുൽ സിയാബ്, മോശം വസ്ത്രം ധരിച്ച ഒരുവൻ. മുൻതിനുർ റീഹ്, ദുർഗന്ധം വമിക്കുന്ന ഒരാൾ. ഫയഖൂൽ, എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദി യസൂഉക്, നിന്നെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അതാണ് നിനക്ക് വരാനിരിക്കുന്നത്. ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്, നിനക്ക് താക്കീത് നൽകപ്പെട്ട നാളാണെന്ന്. ഫയഖൂൽ, അവൻ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുക അൽവജ്ഹു യജീഉ ബിശ്ശർ, ഷർറുമായി വന്ന നിന്റെ ഈ മുഖം. ഫയഖൂൽ, അപ്പോൾ വന്നയാൾ പറയും, അന അമലുകൽ ഖബീസ്, ഞാൻ നിന്റെ ദുശ്ചെയ്തികളാണ്, നിന്റെ മോശം പ്രവർത്തനങ്ങളാണ്, നിന്റെ തിന്മകളാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, റബ്ബി ലാ തുഖിമിസ് സാഅ, അല്ലാഹുവേ ഒരിക്കലും അന്ത്യനാൾ കൊണ്ടുവരല്ലേ, കാരണം പോകാനുള്ളത് ഇതിനേക്കാൾ കടുത്ത ശിക്ഷയിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില റിവായത്തുകൾ, നബിയിൽ നിന്ന് വന്ന മറ്റു ചില റിവായത്തുകളിൽ കാണാം, അവനെ ശിക്ഷിക്കാൻ അല്ലാഹു ഒരു പടപ്പിനെ അവിടെ ഏർപ്പെടുത്തുന്നതാണ്. ഒന്നും കേൾക്കാത്ത, ഒന്നും സംസാരിക്കാത്ത, കയ്യിൽ ഒരു ദണ്ടുമായി, എന്നിട്ട് അവനെ ഖബറിൽ വെച്ച് അടിക്കുന്നതാണ്. ആ ദണ്ടുകൊണ്ട് ഒരു പർവ്വതത്തെ അടിച്ചാൽ അത് പൊടിഞ്ഞു പോകും. അങ്ങനെ അവൻ അടിക്കും, അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി തീരും. വീണ്ടും പഴയതുപോലെ വീണ്ടും ഈ ശിക്ഷ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നോക്കൂ, ഇതാണ് ഖബറിലെ ഫിത്നയും ഖബറിലെ രക്ഷാശിക്ഷകളും. ഖബറിലെ ചോദ്യം എന്ന് പറയുന്നതാണ് ഖബറിലെ ഫിത്ന, എല്ലാവർക്കും ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹീദിനൊഴികെ. സഹാബത്ത് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിബാരിഖത്തി സൈഫി അലാ റഅസിഹി ഫിത്ന, അവന്റെ തലക്കുമേൽ വന്ന ആ വാളിന്റെ മിന്നൽ, വാൾത്തലപ്പിന്റെ മിന്നൽ ഉണ്ടല്ലോ അവന്റെ തലക്ക് നേരെ വന്നത്, അത് തന്നെ മതി അവൻ ഫിത്നയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റു ചില ഹദീസുകളിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെട്ടവർക്ക് അവർക്ക് ഖബറിലെ ഫിത്നയിൽ നിന്ന് രക്ഷ ഉണ്ടാകുമെന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞത് കാണാം. അത് ഖൈറിന്റെ ഒരു അടയാളമാണ്. അവർ ഒരു അമൽ നന്നായ മുവഹിദുകളായ ആളുകൾ ആ സമയത്ത് മരണപ്പെടുക എന്നത് ഒരു ഖൈറിന്റെ അടയാളമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതാണ് ഖബറിലെ ഫിത്നയും ഖബറിലെ രക്ഷാശിക്ഷകളും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അവിടുത്തെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയും, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള യാത്രയിൽ ഇറങ്ങാനുള്ള ഇടത്താവളങ്ങളിൽ ഒന്നാമത്തെ ഇടത്താവളമാണ് ഖബർ. അവിടെ രക്ഷപ്പെട്ടാൽ
അങ്ങോട്ടെല്ലാം രക്ഷപ്പെട്ടു. അവിടെ മോശമായാൽ അങ്ങോട്ട് അതിനേക്കാളും മോശമായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഖബർ പോലെ ഭീകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖബർ പോലെ ഭീകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. ഖബറിലെ ഈ ശിക്ഷയും ഖബറാളിയുടെ അട്ടഹാസവും ജിന്നുകളും മനുഷ്യരുമല്ലാത്ത പടപ്പുകൾ മുഴുവൻ കേൾക്കുന്നു എന്നാണ്, മൃഗങ്ങൾ കേൾക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ വാഹനം പുറത്തുനിന്ന് വീഴാൻ പോയിട്ടുണ്ട്. മുശ്രിക്കുകളുടെ ഖബറിനരികിൽ നബിയുടെ വാഹനം മൃഗം എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് വീഴാൻ പോയി. ഇത് ആ ശബ്ദം കേട്ട് വെപ്രാളപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് കേട്ടിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്കത് കേൾപ്പിച്ചു തരാൻ പ്രാർത്ഥിച്ചേനെ. പക്ഷേ നിങ്ങൾ ആരും പിന്നെ ഖബറടക്കുകയില്ല. ആളുകളെ ഖബറടക്കാൻ സാധിക്കില്ല. ആ ഭീകരത കൊണ്ടും അതുപോലെ ഖബറടക്കിയാൽ എന്ത് സംഭവിക്കും? ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കുടുംബക്കാർ, ജീവിച്ചിരിക്കുന്ന ആളുകൾ വഷളാവുകയാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട ആളുകളാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകളൊക്കെ കേൾക്കുക. രണ്ട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുകയില്ല? ഖബറടക്കുകയില്ല. മനസ്സിലായില്ലേ? ചില ഹദീസുകൾ വന്നിട്ടുള്ളതുപോലെ മരണപ്പെട്ടവരെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം മരണപ്പെട്ടവർ അവരുടെ അമലിലേക്ക് പോയി. അത് പിന്നെ ഉപദ്രവം ചെയ്യാൻ ആർക്കാണ്? ജീവിച്ചിരിക്കുന്നവരുടെ ബന്ധുക്കൾക്കാണ്. അപ്പോൾ ഇത്രയും ഭീകരമാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിലെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കൂ. 3 കാര്യങ്ങളാണ്. റബ്ബ്, ദീൻ, അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളെ കുറിച്ചാണ്. അതാണ് അൽ-ഉസൂൽ 3. 3 ഉസൂൽ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സലാസത്തുൽ ഉസൂൽ അത് രേഖപ്പെടുത്തിയത് ഈ 3 കാര്യങ്ങളാണ്. റബ്ബ്, അതുപോലെ നമ്മുടെ ദീൻ, നമ്മുടെ നബി. ഈ 3 കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ചോദ്യങ്ങൾ നേരത്തെ അറിയിച്ചിരിക്കുന്നു. ഈ ചോദ്യങ്ങളാണ് എല്ലാവരോടും ചോദിക്കുക. പക്ഷെ ഉത്തരം പറയാൻ ആർക്കാണ് സാധിക്കുക? ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ അത് പാലിച്ചവനാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത, അവനനുസരിച്ച, ഇസ്ലാം ദീൻ സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവർക്കാണ് ഈ ഉത്തരം പറയുക സാധ്യമാവുകയുള്ളൂ. നോക്കൂ, ഖബറിലെ ശിക്ഷയ്ക്ക് കാരണമാവുക തിന്മകളാണ്. പൊതുവെ തിന്മകൾ. എന്നാൽ ചില തിന്മകൾ വൻപാപങ്ങൾ, അതുകൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്. വൻപാപങ്ങൾ കൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടും. പ്രത്യേകം പറയപ്പെട്ട ചില തിന്മകളുണ്ട്. ഉദാഹരണത്തിന് മൂത്രമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ശരിക്കും വൃത്തിയാക്കാതിരിക്കുക, അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല, അതേസമയം അതിൽ വസ്വാസിലകപ്പെടാനും പാടില്ല. വൃത്തിയാക്കുക സാധിക്കുന്നത് പോലെ, പക്ഷെ അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, നമീമത്തുമായി നടക്കുന്നവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്. നമീമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട 2 ആളുകൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ സംസാരിക്കും. പരദൂഷണം ഗീബത്താണ്. നമീമത്ത് ഏഷണിയാണ്. ഗീബത്ത് എന്നാൽ ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയണം. നമീമത്ത് എന്നാൽ 2 ആൾ, ചില റിവായത്തുകളിൽ ഗീബത്തുകാർക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നും ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ധാരാളം റിവായത്തുകൾ നമുക്ക് കാണാം നമീമ അഥവാ പ്രിയപ്പെട്ട 2 ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ, 2 നല്ല കൂട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളുമോ ബന്ധുക്കളോ ഇങ്ങനെ ഇഷ്ടമുള്ള 2 ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം എത്തിച്ചു കൊടുക്കുക. എന്നെ കുറിച്ച് അയാൾ അങ്ങനെ പറയും, എന്നെ കുറിച്ച് ഇങ്ങനെ പറയും എന്നപ്പുറം ഇപ്പുറം എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമീമ. അതുപോലെ നോക്കൂ, ഈ ഖബറിലെ രക്ഷാശിക്ഷകൾ ഖബർ തുറന്നു നോക്കിയാൽ നമുക്ക് കാണുക സാധ്യമല്ല. ചില വിവരദോഷികൾ പറയും, ഇത്രയോ ഖബറുകൾ പല സന്ദർഭങ്ങളിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്, കണ്ണെത്താ ദൂരത്തോളം വിശാലമായത് നമ്മൾ കാണുന്നില്ല. എന്ത് ജഹാലത്താണ് ഈ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടുകൊണ്ട് കാണാൻ നിശ്ചയിച്ചാൽ പിന്നെ മുഅ്മിനിന്റെ ഈമാൻ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരാൾ മുഅ്മിനാകുന്നത് എന്തുകൊണ്ടാണ്? കിതാബിലും സുന്നത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സ്വർഗത്തിലെ പഴം കാണിക്കപ്പെട്ടു. നബി പറഞ്ഞു, ഞാനത് പറിച്ചിരുന്നുവെങ്കിൽ ദുനിയാവ് അവസാനിക്കുന്നവരെ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിക്കാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. കാരണം ഇവിടെ മുഅ്മിനും കാഫിറും വേർതിരിയണം. ഈ നിഷേധിക്കുന്നവനോട് നമുക്ക് പറയാനുള്ളത്, നീയും മുഅ്മിനീങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടാനാണ് അള്ളാഹു ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ
ആ ഈമാനിന് എന്തു പ്രസക്തിയാണുള്ളത്? നോക്കൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് അത് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അയാൾ എന്തായാലും, അയാൾ ഖബറടക്കിയാലും ശരി, ഖബറടക്കിയില്ലെങ്കിലും ശരി, ഖബറടക്കുകയേ ചെയ്തില്ല, മറിച്ച് ഇങ്ങനെ ശരീരം ഇംബാം ചെയ്ത് സൂക്ഷിച്ചു നൂട്ടിക്കോ, അവന് ബർസഖിലെ ഫിത്നയുണ്ട്, രക്ഷാശിക്ഷകളുണ്ട്, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഹക്കാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പൊ നോക്കൂ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി മറ്റൊന്നുമല്ല, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഖബർ ശിക്ഷയിൽ നിന്ന് കാവലേകുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി അത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്നു. സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ദയും, രണ്ട് സൂറത്തുകൾ നോക്കൂ നിങ്ങൾ, രണ്ടും 30 ആയത്തുകളുള്ള സൂറത്തുകളാണ്. അതുപോലെ ധാരാളം വിഷയങ്ങൾ രണ്ടിലും ഒരുപോലെ പറയപ്പെട്ടത് ആ രണ്ട് സൂറത്തുകൾ ആലോചിച്ചാൽ, ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇതാണ് പരലോക വിശ്വാസത്തിൽ ആദ്യത്തെ കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബർസഖിലെ രക്ഷാശിക്ഷകൾ. ഇനിയുള്ളത് അന്ത്യനാളിലെ രംഗങ്ങളാണ്. അന്ത്യനാളിലെ രംഗം എന്നാൽ അതിൽ നോക്കൂ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? കാഹളത്തിൽ സറാഫീൽ എന്ന മലക്ക് ഊതിയാലാണ്. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. കാഹളത്തിൽ ഒരു ഊത്തോതിയാൽ സകലരും വീഴും. രണ്ടാമത്തെ ഊത്തിന് എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് ആ വലിയ പുറപ്പാടിനു വേണ്ടി പുറപ്പെട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, മാ طرف صاحب السور مذ وكل به مستعدا ينظر نحو العرش مخافة أن يؤمر قبل أن يرتد إليه طرفه كأن عينيه كوكبان دريان. സറാഫീൽ എന്ന മലക്ക് അള്ളാഹു കാഹളം ഏൽപ്പിച്ചതു മുതൽ അത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അർശിനെ നേരെ നോക്കി നിൽക്കുകയാണ്, കണ്ണു ചിമ്മാതെ. എന്തിനു വേണ്ടി? അള്ളാഹു കൽപ്പിച്ചാൽ കണ്ണൊന്നു ചിമ്മുന്ന നേരം പോലും വൈകാതിരിക്കാൻ. ഇസ്രാഫീലിന്റെ രണ്ട് കണ്ണുകൾ തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ പോലെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, കൈഫ അൻഅമു وقد التقم صاحب القرن القرن وحنى جبهته وأصغى سمعه ينتظر أن يؤمر فينفخ. ഞാനങ്ങനെ സുഖലോലുപനായി ജീവിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഞാനങ്ങനെ ദുനിയാവിൽ മതിമറന്ന് ജീവിക്കാനാണ്. കാരണം കാഹളം ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ കാഹളം വായിലേക്ക് വെച്ച് നെറ്റ് ചെരിച്ച് കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ്. കൽപ്പന കിട്ടിയാൽ അപ്പോൾ ഊതാ. ഇസ്രാഫീലിന്റെ ഉത്തരവാദിത്തം ഈ ഒരൊറ്റൊരു ഉത്തരവാദിത്തമാണ്. കാഹളം പിടിച്ച് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഊതൂതിയാൽ എല്ലാവരും വീഴും. പിന്നീട് സകലരും എഴുന്നേൽക്കും. അതാദ്യം കേൾക്കുക, ആ ശബ്ദം ആദ്യം കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഒരാൾ തന്റെ വസ്ത്രം, കച്ചവടക്കാരൻ വസ്ത്രം ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുക്കുകയാണ് വാങ്ങാൻ വന്നയാൾക്ക്. ശബ്ദം കേൾക്കും, വീഴും. തന്റെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള ഹൗദ് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക, ശബ്ദം കേൾക്കും, ആൾ വീഴും. ഇങ്ങനെ ആളുകൾ ദുനിയാവിന്റെ വ്യവഹാരത്തിലായിരിക്കെ ആ ശബ്ദം കേൾക്കുന്നതാണ് എന്നാണ്. അങ്ങനെ നോക്കൂ, ആളുകൾ വീണതിനു ശേഷം കാഹളത്തിലൂതും. ജനങ്ങളെല്ലാം അവരുടെ ഖബറുകളിൽ നിന്ന് എന്തായാലും ശരി അവർ ഉയർത്തെഴുന്നേറ്റ് പോയി. അവരെങ്ങനെ, അവരുടെ ശരീരം എന്തായാലും. പണ്ട് കാലത്ത് ഒരാൾ മക്കളോട് വസിയത്ത് നൽകിയെന്ന, എന്ത്, അള്ളാഹു ഞാൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവൻ എന്നെ വിടുകയില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കത്തിച്ച് ചാരമാക്കാം, എന്നിട്ട് അതിൽ പകുതി കടലിലും പകുതി കരയിലും വിതരണം, പാറ്റിക്കളയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, റബ്ബ് സുബ്ഹാനഹു വ തആല കടലിനോട് കൽപ്പിക്കും അവന്റെ ഭാഗം കൊണ്ടുവരാൻ, കരയോട് കൽപ്പിക്കും, അവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ പരലോകത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ
മണ്ണോട് മണ്ണ് ചേർന്ന് ശരീരത്തെ വീണ്ടും കൊണ്ടുവരും. എന്തിനെയാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുതിയ ഒരു പടപ്പിനെ അള്ളാഹു പടക്കുകയല്ല, മറിച്ച് ഈ ശരീരം ചിന്ന ഭിന്നമായി ചിതറി മണ്ണോട് മണ്ണ് ചേർന്ന് അതിന്റെ ഈ ശരീരത്തെ രണ്ടാമതും യോജിപ്പിച്ചു കൊണ്ടുവരികയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുക. മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ പുതിയ പടപ്പ് പടക്കുക എന്നത് പരലോകത്തെ നിഷേധിച്ച പലരും അതിനെ നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവിൽ വിശ്വാസമുള്ള പരലോക നിഷേധികളുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മൾ പഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന എന്നാൽ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ട് ഇന്നുമുണ്ട്. അതാണ് അവർ ചോദിക്കുക. ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. ഉബൈ ഇബ്നു ഖലഫ് ഉണങ്ങിയ എല്ലിന്റെ കഷ്ണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരിയിലേക്ക് വന്നു. എങ്ങനെ പൊട്ടിച്ചിട്ട് അവൻ ഊതി. എന്നിട്ട് ചോദിച്ചു എന്നാണ്. ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം പടച്ചവനാരോ അവൻ നിന്നെ രണ്ടാമത് കൊണ്ടുവരും, എന്നിട്ട് നിന്നെ ജഹന്നമിൽ ഒരുമിച്ച് ചേർക്കും. അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അവലൈസ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ ഖാദിറൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആദ്യം പടച്ച റബ്ബാണ്, രണ്ടാമത് കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല. അവരുടെ ശരീരം മൃഗങ്ങൾ തിന്നു തീർത്താലും കടലിൽ അലിഞ്ഞുപോയാലും കാറ്റിൽ പാറിപ്പോയാലും കത്തിച്ചാമ്പലായാലും അള്ളാഹു വീണ്ടും കൊണ്ടുവരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരും, വീണ്ടും കൊണ്ടുവരും. അതാണ് പുതിയൊരു പടപ്പ് പടക്കുകയല്ല, മറിച്ച് അതിനെ കൊണ്ടുവരികയാണ് വീണ്ടും. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ആവശ്യപ്പെട്ടപ്പോൾ ഇൽമുൽ യഖീൻ ഐനുൽ യഖീനായി മാറാൻ, കണ്ണുകൊണ്ട് കണ്ട ആ തുമഅനീനത്ത് ലഭിക്കാൻ അള്ളാഹു പറഞ്ഞു, നീ എന്ത് ചെയ്യുക? 4 പക്ഷികൾ എടുക്കുക, മുറിക്കുക, കഷ്ണം കഷ്ണമാക്കി പർവ്വതങ്ങളിൽ കൊണ്ടുവെക്കുക. സുമ്മദഉഹുൻ, എന്നിട്ട് വിളിക്കുക. യഅതീനക സഅയ, ഓടി വരുന്ന. തഫ്സീറിൽ ആ ചില തഫ്സീർ നമുക്ക് സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ ചില വിവരണങ്ങൾ കാണാം, മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം മുറിച്ച് അതിനെ കഷ്ണം കഷ്ണമാക്കി പർവ്വതങ്ങളിൽ വെച്ചു, പക്ഷെ തല കയ്യിൽ പിടിച്ചിരുന്നു എന്ന്. എന്നിട്ട് ഈ പക്ഷിയുടെ തൂവലും ചിറകുകളും ഒക്കെ പരസ്പരം കൂടിച്ചേർന്ന് വരികയാണ്. ശരീരം മാത്രം വരുന്നു, എന്നിട്ട് അതിന്റേതല്ലാത്ത തല കാണിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കുന്നില്ല, മറിച്ച് ഓരോന്നിന്റെയും തല ഏതാണോ അതിലേക്ക് വന്ന് ഒട്ടിച്ചേർന്നു വന്നു. അല്ലാഹു അക്ബർ. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ നോക്കൂ, ഇങ്ങനെ മനുഷ്യർ എഴുന്നേറ്റ് വരും. എങ്ങനെയാണ് വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളതുപോലെ ഹുഫാതൻ ഉറാതൻ ഗുർലൻ, ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ, അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അർറിജാലു വന്നിസാ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നോക്കുകയില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? സുബ്ഹാനല്ലാഹ്, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാകി. കാര്യം എത്രയോ ഗൗരവമാണ്, അതേക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഗൗരവമാണ് കാര്യം. എങ്ങനെ പടച്ചുവോ അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ കൊണ്ടുവരും. വസ്ത്രമില്ലാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹദീസുകളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വസ്ത്രം പുതപ്പിക്കുക ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് എന്ന്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു അലം, അതിന് കാരണം അല്ലാഹു അലം തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ വസ്ത്രം ഊരിയിട്ടായിരുന്നത്രേ ഇബ്രാഹിം നബിയെ അവർ തീയിലേക്ക് വലിച്ചെറിഞ്ഞത്. അത് കാരണമായിരിക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നോക്കൂ, അന്ന് ഈ ഭൂമി മറ്റൊരു ഭൂമിയായി തീരും. ഈ ഭൂമി അതല്ലാത്ത മറ്റൊരു ഭൂമി. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത്ത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമി അതല്ലാത്ത മറ്റൊന്ന്, ആകാശവും എല്ലാവരും വാഹിദും ഖഹാറുമായ ഏകനും എല്ലാത്തിന്റെയും അധിപതിയുമായ അള്ളാഹുവിന് മുന്നിൽ സകലരും വരുന്നതാണ്. ഒരാൾക്കും മറഞ്ഞു നിൽക്കാൻ സാധിക്കാത്ത ഭൂമി അന്ന് വെളുത്ത നിറമായിരിക്കും. ബൈദാ അഫറാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. കഖുർസത്തി നഖിയ്യിൻ ലൈസ ഫീഹാ മഅലമുൻ ലിഅഹദ്, വെളുത്ത നിറത്തിലുള്ള പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു അപ്പക്കഷ്ണം പോലെ ഒരടയാളവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഉയർച്ചയോ താഴ്ചയോ വളവോ തിരിവോ, നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ വീടും നമ്മൾക്ക് പോകാനുള്ള സ്ഥലവും വഴിയുമൊക്കെ തിരിച്ചറിയുന്ന പല അടയാളങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഉയർച്ചയും താഴ്ചയും വളവും തിരിവൊക്കെ, കെട്ടിടങ്ങളുണ്ട്, ഒന്നുമില്ല. യസ്അലൂനക അനിൽ ജിബാൽ,
പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, പറയുക എന്റെ റബ്ബ് അതിനെ പൊടിച്ചു പാറ്റി കളയുന്നത്. ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജ വല അംത, ഈ ഭൂമി അല്ലാഹു ഒരൊറ്റ മുറ്റമാക്കി കളയും. വളവോ തിരിവോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും കാണുക സാധ്യമല്ല. ആളുകൾ അല്ലാഹു കൊണ്ടുവരിക പല രൂപത്തിലായിരിക്കും. അല്ലാഹു പറഞ്ഞതുപോലെ വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നമു കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, അവരെ നാം അന്ധരായി മൂകരായി ബധിരരായി ഉയർത്തെഴുന്നേൽപ്പിക്കും. പക്ഷേ പിന്നീട് കണ്ണും കാതുമൊക്കെ നൽകപ്പെടും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിന്നീട് നൽകപ്പെടും. പരലോകത്തെക്കുറിച്ച് ഹദീസുകളിലും ആയത്തുകളിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കേട്ടാൽ, കാരണം ഖുർആനിൽ വന്നിട്ടുണ്ട് അവരെ അന്ധരായി മൂകരായി ബധിരരായി ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നാൽ പിന്നീട് അവർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നരകം കാണും, സംസാരിക്കും, ശബ്ദം കേൾക്കും എന്നൊക്കെ വന്നിട്ടുണ്ട്. പരലോകത്തെ ഇങ്ങനെയുള്ള വ്യത്യാസമുള്ള ഏത് സംഗതികൾ കണ്ടാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, പരലോകം എന്നാൽ പല രംഗങ്ങളാണ്, മാറി മാറി വരുന്ന രംഗങ്ങളാണ് അന്ത്യനാളിലുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതിന് എതിര് വേറൊരു സ്ഥലത്ത് കണ്ട എന്ത് മനസ്സിലാക്കുക? വേറെ രംഗമാണ്, മാറും എന്ന് മനസ്സിലാക്കണം. ആ ഒരു ഖാഇദ നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതേക്കുറിച്ച് വന്നിട്ടുള്ള പല സംശയങ്ങളും നീങ്ങും. ഒരു സംശയവുമില്ല. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു, പല പല രംഗങ്ങളാണ്. നോക്കൂ, ഇങ്ങനെ പല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികൾ ഒരു ചെറിയ ഉറുമ്പിന്റെ വലിപ്പത്തിൽ, ആളുകൾ അവരെ ചവിട്ടി മെതിക്കുന്ന രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നവർ. അതുപോലെ നോക്കൂ, ജനങ്ങളോട് യാചിച്ച് നടന്നവൻ, മുഖത്ത് ഒരു പിടി മാംസമില്ലാതെ ഏറ്റവും വികൃതമായ രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പലിശ തിന്നവൻ, ശൈത്താൻ ശരീരത്തിൽ കയറി മറിഞ്ഞു വീഴുന്നവൻ വരുന്നതുപോലെ വരും. അതുപോലെ നോക്കൂ, വഞ്ചന നടത്തിയവൻ തന്നെ വഞ്ചനയുമായി അവന്റെ പിൻഭാഗത്ത് വഞ്ചനയുടെ പതാകയുമായി വരുമെന്ന്. അതുപോലെ ഒന്നിലധികം ഭാര്യമാരുണ്ടായി ഒരുവളിലേക്ക് മാത്രം ചാഞ്ഞവൻ, മറ്റവളോട് അനീതി കാണിച്ചവൻ ശരീരത്തിന് ഒരു ഭാഗം ചാഞ്ഞിട്ട് വരും. ഇങ്ങനെ അന്ത്യനാളിൽ വരുന്നത് തന്നെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുദൂ, എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് ഗുർറൻ മുഹജ്ജലീൻ, വെളുത്ത അടയാളങ്ങൾ മുഖത്തും കൈകാലുകളിലും ഉള്ള നിലയിൽ വരും. എന്ത് കാരണത്താൽ? വുദൂഇന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ രക്തസാക്ഷി ഷഹീദായവനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നാളെ പരലോകത്ത് ആ രക്തമുമായിട്ടാണ് വരിക. ലൗനുദ്ദം വറീഹു റീഹുൽ മിസ്ക്, എന്നാൽ നിറം രക്തത്തിന്റേതാണ്, മണമോ കസ്തൂരിയുടേതാണ്. ലൗനുദ്ദം വറീഹു റീഹുൽ മിസ്ക്. ഇഹ്റാമിലായിരിക്കും മരണപ്പെട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അതുപോലെ ഖബറടക്കണം, തലമറക്കരുത്. മുഹരിമിനെ ഇഹ്റാമിലായിരിക്കുള്ള അതേപോലെ ഖബറടക്കണം, സുഗന്ധം പുരട്ടരുത്. ഖിയാമത്ത് നാളിൽ എങ്ങനെ വരും? മുലബ്ബിയൻ, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുവരും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ നോക്കൂ, മുഅ്മിനീങ്ങൾ ഏറ്റവും നല്ല മാന്യമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത്, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരെ നാം റഹ്മാനായ റബ്ബിന്റെ വഫ്ദ് ആയിക്കൊണ്ട് അവരെ കൊണ്ടുവരും. വഫ്ദ് എന്നാൽ എന്താണ്? നിവേദക സംഘമാണ്. ഒരു രാജാവിന്റെ അരികിൽ സംസാരിക്കാൻ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് വഫ്ദ് എന്ന് പറയുക. എങ്ങനെയായിരിക്കും അവർ വരിക? മാന്യമായ രൂപത്തിൽ. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, കുറ്റവാളികളെ നരകത്തിലേക്ക് നാം ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. കാലികളെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഒരു വിലയും അവർക്ക് നൽകാതെ അപമാനിച്ചുകൊണ്ട് പോകും. അതുപോലെ ഒരാളെയും അല്ലാഹു വിട്ടുകളയുകയില്ല. ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ സാധ്യമല്ല. കൊടാനുകൂടി ആളുകൾക്കിടയിൽ, ആദം അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി അല്ലാഹുവിന്റെ അരികിൽ വരുന്നതാണ്. ഒരാളെയും അല്ലാഹു വിട്ടുപോവുകയില്ല. വലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെയും അല്ലാഹു വിടുകയില്ല. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം,
إن الله يجمع يوم القيامة الأولين والآخرين في صعيد واحد فيسمعهم الداعي وينفذهم البصر. ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും മുഴുവൻ ഒരൊറ്റ മുറ്റത്ത് അള്ളാഹു കൊണ്ടുവരും. ഒരാൾ പറഞ്ഞാൽ ഒരു ശബ്ദം എല്ലാവരും കേൾക്കും. പറഞ്ഞാൽ എല്ലാവരെയും കാണാൻ സാധിക്കും. ആദം അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ ആള് വരെ ആ നിൽപ്പ് സുദീർഘമായ നിൽപ്പായിരിക്കും. സുദീർഘമായ നിൽപ്പായിരിക്കും. അത് 1000 വർഷത്തിന്റെ ദൈർഘ്യം ഒരു ദിവസത്തിനുണ്ടാവും. ആ ഒരൊറ്റ ദിവസത്തിൽ ദുനിയാവിൽ 1000 വർഷത്തിന്റെ ദൈർഘ്യം. എന്നാൽ അവിടെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു എളുപ്പം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, യൗമുൽ ഖിയാമത്തി കഖദ്രി മാ ബൈന അദ്ദുഹ്രി വൽ അസ്ർ. മുഅ്മിനീങ്ങൾക്ക് അന്ത്യനാൾ ദുഹറിനും അസ്റിനും ഇടയിലുള്ള സമയം പോലെ മാത്രമായിരിക്കും. നോക്കൂ, ആളുകളെ അന്ന് ഭയം പിടികൂടും. വഅൻദിർഹും യൗമൽ ആസിഫത്തി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇ യുതാഅ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു പറഞ്ഞു, ആ അടുത്തുള്ള ദിവസത്തെക്കുറിച്ച് താക്കീത് ചെയ്യുക. ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ. പേടികൊണ്ട് എന്ത് സംഭവിക്കും? ഹൃദയം തൊണ്ടക്കുഴിയിൽ എത്തിച്ചേരും. പേടികൊണ്ട്, പേടിയുടെ കടുപ്പം കൊണ്ട് ചില മുഖങ്ങൾ അന്ന് വെളുത്തു പ്രസന്നമാകും, ചില മുഖങ്ങൾ കറുത്തിരുണ്ടുപോകും. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾ അല്ലാഹു അപമാനിക്കും, അപമാനം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. എന്നാൽ മുഅ്മിനീങ്ങളെ അല്ലാഹു അവരുടെ മുഖത്ത് പ്രസന്നത നൽകും. നോക്കൂ, സൂര്യൻ അന്ന് അടുത്തേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദുന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. പടപ്പുകൾക്കരികിലേക്ക് സൂര്യൻ അടുത്തു വരും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മീൽ മാത്രം അകലം ഉള്ള നിലയിൽ. ഹദീസിന്റെ റാവിമാരിൽ ഒരാൾ പറയുന്നത് കാണാം, ഫവല്ലാഹി മാ അദ്രി മാ യഅനിൽ മീൽ അമസാഫത്തൽ അർദ് അമിൽ മീൽ അല്ലദീ തുക്തഹലു ബിഹിൽ ഐൻ. എനിക്കറിയില്ല മീൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു മൈൽ ദൂരം എന്നാണോ, അതല്ല സുറുമയിടുന്ന കോലിന് മീൽ എന്ന് പറയും, അത്രയും അടുത്ത് എന്നാണോ? അപ്പൊ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂര്യൻ ഇത്രയും അടുത്തു കൊണ്ടുവരും. എന്നാൽ സൂര്യൻ അടുത്തു വന്നാലും ആളുകൾ എന്ത് ചെയ്യുകയില്ല, ആളുകൾ ഒന്നാകെ കത്തിക്കരിഞ്ഞ് നശിച്ചു പോകുന്നില്ല. അവിടെ ദുനിയാവിലെ സൂര്യനെ കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്, അതൊന്ന് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഭൂമി ഒന്നാകെ തണുത്തുറഞ്ഞ് എല്ലാവരും നശിച്ചു പോകും. ഒന്നടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എല്ലാവരും കത്തിക്കരിഞ്ഞു പോകും. എന്നാൽ ദുനിയാവിലെ അവസ്ഥയും പരലോകത്തെ സ്ഥിതിയും തമ്മിൽ താരതമ്യം ചെയ്യാവതല്ല, ഇതുപോലെ താരതമ്യം ചെയ്യാവതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി, തന്റെ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും. മുട്ടുവരെ, അരവരെ മൂക്കുകയറിട്ടതുപോലെ വിയർപ്പിൽ മുങ്ങിയ ആളുകളുണ്ടാകും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പം നൽകും. അർശിന്റെ തണൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ആളുകളുണ്ട്. അതിൽ പ്രധാനികളാണ് 7 വിഭാഗം ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകും, മറ്റൊരു തണലുമില്ലാത്ത നാളിൽ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഷാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുമായി ഹൃദയബന്ധമുള്ള ഒരാൾ. വറജുലാനി തഹാബ്ബ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം യോജിച്ച്, ആ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിലായിരിക്കെ മരണം പരസ്പരം വേർപിരിച്ച 2 പേർ. ഇങ്ങനെയാണ് ഹദീസിന്റെ അർത്ഥം. رجلان تحابا في الله واجتمع عليه وتفرقا عليه. ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله. അഞ്ചാമൻ ഒരു സ്ത്രീ, ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ സൗന്ദര്യവും തറവാടിത്തവുമുള്ള പെണ്ണ്, സൗന്ദര്യമുണ്ട്, അതുപോലെ തറവാടിയായ പെണ്ണാണ്, നാളെ പുറത്തിറങ്ങിയ ആളുകളോട് പറഞ്ഞിറക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹു ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അയാൾ ആ ഫാഹിഷത്തിന് നിന്നില്ല. ആറാമത്തെ ആൾ റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ
حتى لا تعلم شماله ما أنفقت يمينه. ഒരാൾ വലത് കൈകൊണ്ട് സദഖ നൽകി. ഒരു സദഖ നൽകിയാൽ മറച്ചു വെച്ച് എത്രത്തോളം വലത് കൈ കൊണ്ട് കൊടുത്ത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ. ഏഴാമൻ ആരാൻ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്. ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുകയും എന്നിട്ട് കരയുകയും ചെയ്ത ആൾ. 7 പേർ. നീതിമാനായ ഭരണാധികാരി, റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവ്, മസ്ജിദുമായി ഹൃദയബന്ധമുള്ളയാൾ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 പേർ, വിചാരത്തിലേക്ക് ഒരു പെണ്ണ് വിളിച്ചപ്പോൾ പോകാതിരുന്നയാൾ, സദഖ നൽകി മറച്ചുവെച്ചയാൾ, അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് സ്മരിച്ച് കരഞ്ഞയാൾ. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫി ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. വേറെയും ഈ ശ്രേഷ്ഠത ലഭിക്കുമെന്ന് മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഈ 7 പേരുടെ കാര്യം ഹദീസുകളിൽ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ നോക്കൂ, അവിടെ അമലുകളുടെ സഹീഫത്തുകൾ നിവർത്തപ്പെടുകയാണ്. പരലോക രംഗങ്ങളിൽ ഒന്നെന്താണ്? അമലുകളുടെ ഏടുകൾ നിവർത്തപ്പെടും. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. ഓരോരുത്തർക്കും നാം അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കഴുത്തിൽ ചുറ്റിക്കൊടുക്കും. അവന്റെ ഖബറിൽ അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് അമൽ. എന്നിട്ട് അന്ത്യനാളിൽ നിവർത്തപ്പെട്ട കിതാബായി അവന്റെ മുന്നിൽ നൽകും. നോക്ക്, തുറക്കേണ്ട സ്ഥിതി പോലുമില്ല, നിവർത്തപ്പെട്ട നിലയിൽ നൽകുമെന്ന്. എന്നിട്ട് പറയും ഇഖ്റ കിതാബക്, നീ വായിക്കൂ നിന്റെ ഗ്രന്ഥം. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്ന് നിന്റെ കണക്കെടുക്കാൻ വേറെ ആരും വേണ്ട, നീ തന്നെ മതി. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ആ കിതാബ് നോക്കൂ, വായിക്കാൻ അറിയുന്നവനും വായിക്കാൻ അറിയാത്തവനും വായിക്കും, എടുത്തു പഠിച്ചവനും പഠിക്കാത്തവനും വായിക്കും. അത് നൽകപ്പെടുന്നത് തന്നെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് വലതുഭാഗത്തുകൂടെ നൽകപ്പെടും, മുന്നിലൂടെ വലത് കൈയിൽ നൽകപ്പെടും. എന്നാൽ കുഫാറുകൾക്ക് പിന്നിലൂടെ ഇടത് കൈയിൽ നൽകപ്പെടും. അതാണ് ഖുർആനിൽ ഈ 2 കാര്യങ്ങൾ വന്നത് കാണാം. വമൻ ഊതിയ കിതാബഹു ബിശിമാലി എന്ന് കാണും. അതുപോലെ വമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി, പിന്നിലൂടെ ഇടത് കൈയിൽ നൽകപ്പെടും. അപ്പൊ നോക്കൂ, ആ കിതാബ് അതിൽ സകലതും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാഹു പറഞ്ഞു ഉദിഅൽ കിതാബ് ഫതറ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ആ കിതാബ് കണ്ടാൽ ആളുകൾ പറയും, പേടിക്കും. അവർ പറയും, എന്തൊരു കിതാബാണ്, ഒന്നും വിട്ടുകളയാതെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇപ്പൊ നോക്കൂ, വലത് കൈയിൽ അത് ലഭിച്ച ആൾ അങ്ങേയറ്റം സന്തോഷവാനായിരിക്കും. അയാൾ പറയും ഹാ ഉമുഖറഉ കിതാബി, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറയും. എന്നാൽ ഇടത് കൈയിൽ നൽകപ്പെട്ടവർക്ക് അങ്ങേയറ്റം മോശമായ അവസാനമാണ് ഉണ്ടാവുക. അപ്പൊ നോക്കൂ, ഇതാണ് അന്ത്യനാളിലെ രംഗങ്ങളിൽ പ്രധാനപ്പെട്ട സഹീഫത്ത് നൽകപ്പെടുക, അമലുകളുടെ ഏടുകൾ നൽകപ്പെടുക എന്ന്. പരലോക രംഗങ്ങളിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട മഷഹദ് അത് ഹിസാബാണ്, വിചാരണ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യമാണ് പരലോക രംഗങ്ങളിൽ ഹിസാബ് അഥവാ വിചാരണ എന്ന് പറയുന്നത്. എന്താണ് വിചാരണ എന്നാൽ? ഹിസാബ് എന്നാൽ അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതുപോലെ ആളുകൾ മറന്നുപോയ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. നിന്റെ റബ്ബ് തന്നെ സത്യം, നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും അവർ ചെയ്തിരുന്ന കാര്യത്തെക്കുറിച്ച്. ഈ ചോദ്യങ്ങൾ എന്നാൽ അത് 2 രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് മുനാഖശ അഥവാ കൂലങ്കഷമായ ചോദ്യം, ഒന്നും വിടാതെയുള്ള ചോദ്യം. രണ്ടാമത്തേത് ഒരു കേവല പ്രദർശനം മാത്രം. ഈ 2 രൂപത്തിലാണ് ഹിസാബ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഹൂസിബ ഉദ്ദിബ്, വിചാരണ ഒരുവൻ നേരിട്ടോ ശിക്ഷിക്കപ്പെട്ടു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്,
അള്ളാഹു പറഞ്ഞിട്ടില്ലേ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പൊ വിചാരണ ചെയ്തവൻ എങ്ങനെ ശിക്ഷിക്കപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമാ ദാലിക ലഅർദ്, ആയിഷ അത് ഒരു കേവല പ്രദർശനം മാത്രമാണ്. വലാകിൻ മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ്, എന്നാൽ വിചാരണ ആർക്കെങ്കിലും കണിശമായി നടത്തപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം യഹ്ലിക്, അവൻ നശിക്കും. ഇതുകൊണ്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടിയിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹു ഹാസിബ്നി, നീ എന്നെ വിചാരണ ചെയ്യണമേ, ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണ ചെയ്യണേ. എന്താണ് എളുപ്പമുള്ള വിചാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയ്യൻദുറ ഫി സയ്യിആതിഹി വയതജാവസു ലഹു അൻഹാ, അള്ളാഹു ഒന്ന് നോക്കിയിട്ട് വിട്ടുകൊടുക്കലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്ന് നോക്കിയിട്ട് വിട്ടുകൊടുക്കലാണ്. അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, നമ്മളാണ്. ഈ ഉമ്മത്തിന്റെ വിചാരണക്ക് സകല ആളുകളും സകല ഉമ്മത്തും സാക്ഷികളായിരിക്കും. സകല ഉമ്മത്തും സകല നബിമാരും സാക്ഷികളായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വിചാരണക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ, നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്, എന്നാൽ അന്ത്യനാളിൽ ആദ്യത്തെ ആളുകളാണ്. അപ്പൊ നോക്കൂ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരമാണ്. അമലുകളുടെ കാര്യത്തിൽ ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരമാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ ആബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. അതുപോലെ ആളുകൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളിൽ അള്ളാഹു ആദ്യം തീർപ്പ് കൽപ്പിക്കുക ദിമാഇലാണ്, രക്തം ചിന്തിയതിന്റെ കാര്യത്തിലാണ്. വളരെ വളരെ അപകടം പിടിച്ച കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ തന്റെ ദീനിൽ ഫുസ്ഹത്തിലായിരിക്കും, തലയുയർത്തി പിടിച്ചിരിക്കും ഒരു മുഅ്മിൻ, ഏതുവരെ? ഒരാളുടെ രക്തം ചിന്താത്തിടത്തോളം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഒരാളുടെ രക്തം കയ്യിൽ പുരണ്ടിട്ടില്ലേ അള്ളാഹുവിനെ സ്തുതിക്കും. ഇത് ചില്ലറ രക്ഷപ്പെടലല്ല, അത് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ അബദ്ധങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാലും ശരി, ആളുകളുടെ രക്തം കയ്യിൽ പുരണ്ടിട്ടില്ല, ജനങ്ങളുടെ രക്തം ചിന്തിയിട്ടില്ല എങ്കിൽ വലിയ വിശാലതയിലാണുള്ളത്. വലിയ അള്ളാഹുവിനെ സ്തുതിക്കുകയും എപ്പോഴും അതിൽ നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലേക്ക് നയിക്കുന്നു എന്നതുകൊണ്ടാണ് ഒരുപാട് തിന്മകൾ ഇസ്ലാമിൽ വിലക്കപ്പെട്ടത്. 3 ആളുണ്ടെങ്കിൽ 2 ആൾ സ്വകാര്യം പറയരുത് എന്നുപോലും പറഞ്ഞത് എന്തുകൊണ്ടാണ്? വിദ്വേഷത്തിലേക്ക് അത് നയിക്കും. ഒരു തിന്മ എത്രത്തോളം കടുക്കുന്നോ അത്രത്തോളം അതിലേക്കുള്ള വഴികൾ ഇസ്ലാമിൽ അടച്ചിട്ടുണ്ടാവും. തിന്മയുടെ കടുപ്പത്തിനനുസരിച്ചാണ്. ഷിർക്ക് ഏറ്റവും കടുത്ത തിന്മയാണ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിൽ വിലക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ പ്രശംസകൾ, അതുപോലെ ഖബറുകൾ കെട്ടിപ്പൊക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ നോക്കൂ, വ്യഭിചാരം അത്രയും വലിയ തിന്മയായതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്ന എല്ലാ വഴികളും ഈ ദീൻ അടച്ചിരിക്കുന്നു. ആണും പെണ്ണും ഒറ്റക്കാകരുത്. അതുപോലെ വിവാഹം വേഗം കഴിക്കാൻ, ഒരാൾക്കൊന്നിലധികം 4 വരെ വിവാഹം ചെയ്യാൻ ഈ ദീൻ അനുവദിച്ചിരിക്കുന്നു. അതുപോലെ നോക്കൂ, സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാതിരിക്കുക, കുട്ടികളെ ചെറിയ പ്രായത്തിൽ 10 വയസ്സായാൽ മാറ്റിക്കിടത്തുക, ഇങ്ങനെ എന്തെല്ലാം നിയമങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ കാണാൻ. എന്തുകൊണ്ടാണത്? വലിയ തിന്മയിലേക്ക് നയിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുപോലെയാണ് കൊലപാതകം. വലിയ തിന്മകൾ, തിന്മയുടെ കടുപ്പം കൂടുന്നതിനനുസരിച്ച് അതിലേക്ക് നയിക്കുന്ന വഴികൾ അത്രയും ഈ ദീൻ കൊട്ടിയടക്കും. ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹിക്മത്താണ്. 5 കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഈ ദീനിന്റെ മഖാസിദിൽപ്പെട്ടതാണ്, ദീനിന്റെ ലക്ഷ്യങ്ങൾ. 1, ദീൻ സംരക്ഷിക്കും. അതുകൊണ്ടാണ് മുർത്തദ്ദിൻ ഇസ്ലാമിൽ കടുത്ത ശിക്ഷയുള്ളത്. അതുപോലെ രക്തം സംരക്ഷിക്കാനാണ് ഈ ദീൻ വന്നിട്ടുള്ളത്. കൊലപാതകയ്ക്ക് വലിയ ശിക്ഷയുണ്ട്. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഈ ദീൻ തടഞ്ഞിരിക്കുന്നു. അതുപോലെ സമ്പത്ത്, ഈ ദീൻ അത് സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മോഷ്ടാവിന് വലിയ ശിക്ഷയുണ്ട്. കൊള്ള നടത്തിയവൻ അതിലപ്പുറത്തുള്ള ശിക്ഷയുമുണ്ട്. ആളുകളെ ആക്രമിച്ച് കൊള്ള നടത്തുക. അതുപോലെ 4ാമത്തെ കാര്യമാണ് ബുദ്ധി. ഈ ദീൻ ബുദ്ധിയെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മദ്യം നിരോധിക്കപ്പെട്ടത്. മദ്യപാനിക്ക് ശിക്ഷയുള്ളത്. 5ാമത്തെ അഭിമാനം, ഏറും. എന്താണ്? വ്യഭിചാരം ഒരാൾ ആരോപിച്ചാൽ അയാൾക്ക് ശിക്ഷയുള്ളത്. 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ. ദീൻ, ദം, അതുപോലെ മാൽ, അഖൽ, പിന്നെ ഏറും. ദീനും
രക്തവും സമ്പത്തും അഭിമാനവും ബുദ്ധിയും ഈ ദീൻ സംരക്ഷിച്ചിരിക്കുന്നു. നോക്കൂ, രക്തം ചിന്തുക എന്നത് വളരെ ഗുരുതരമായ വലിയ അപകടമാണ്. പരലോക രംഗങ്ങളിൽ അടുത്തത് മീസാനാണ്. മീസാൻ എന്താണ്? മീസാൻ എന്നാൽ തുലാസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് തുലാസ് സ്ഥാപിക്കുന്നതാണ്. അതിന് രണ്ട് തട്ടുകൾ ഉണ്ടാവും. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. هذا القرآن الله برنو ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. നീതിയുടെ തുലാസുകൾ നാം അന്ന് സ്ഥാപിക്കുന്നതാണ്. ഒരാളും തരിമ്പ് പോലും അനീതിക്ക് വിധേയനാവുകയില്ല. ഒരു ചെറിയ അങ്ങേറ്റം നിസാരമായ തൂക്കമുള്ള കാര്യമാണെങ്കിൽ പോലും നാം അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ. വിചാരണ ചെയ്യുന്നവനായി നാം തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുലാസിനെ കുറിച്ച് പറഞ്ഞു, ആകാശങ്ങളെയും ഭൂമിയെയും വേണമെങ്കിൽ അതിൽ തൂക്കാം, അത്രയും വലിപ്പമുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും വേണമെങ്കിൽ അതിൽ തൂക്കാം. മലക്കുകൾ അതിനെ പടച്ചപ്പോൾ റബ്ബിനോട് ചോദിച്ചു, യാ റബ്ബി ലിമൻ യസിനു ഹാദ, ആരാണ് റബ്ബെ ഇതിൽ തൂകുക? അല്ലാഹു പറഞ്ഞു, ലിമൻ ശിഅ്തു മിൻ ഖൽഖി, ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ പടപ്പുകൾ. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്, സുബ്ഹാനക്, നിനക്ക് അർഹതപ്പെട്ട രൂപത്തിൽ ഞങ്ങൾ ഇതുവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് മലക്കുകൾ പറയുമെന്നാണ്. അത്രയും വലുതാണ്, എന്നാൽ അത്രയും കൃത്യമാണ്. അത്രയും വലുതാണ്, എന്നാൽ അത്രയും കൃത്യവുമാണ്. വളരെ ചെറുതുപോലും ഒരു ഉറുമ്പിന്റെ തൂക്കമാണെങ്കിൽ പോലും അതിൽ തൂങ്ങുന്നതാണ്. എന്തൊക്കെയാണ് അതിൽ തൂക്കുക? ആളുകളുടെ പ്രവർത്തനങ്ങൾ അതിൽ തൂക്കും. അതുപോലെ ആളുകളെയും തൂക്കും. ആർക്കാണ് അവിടെ ഭാരം ഉണ്ടാവുക? ദുനിയാവിൽ ഈമാനിന്റെ കനമുണ്ടായവനാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറാഖിന്റെ കൊള്ളി പറിക്കാൻ മരത്തിൽ കയറി. ഇബ്നു മസ്ഊദിന്റെ നേരിയ കാലുകൾ കണ്ടപ്പോൾ ആളുകൾ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലറിജ്ലു അബ്ദില്ലാഹി അത്ഖലു ഫിൽ മീസാൻ യൗമൽ ഖിയാമത്തി മിൻ ഉഹുദ്. ഉഹുദ് മലയേക്കാൾ നാളെ പരലോകത്ത് തുലാസിൽ അബ്ദുല്ലാഹി മസ്ഊദിന്റെ കാലിന് ഭാരമുണ്ടായിരിക്കും. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് തടിച്ച് ഭീകരനായ ഒരാൾ വരും, എന്നാൽ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും അവന് നാളെ പരലോകത്ത് തുലാസിൽ ഉണ്ടാവുകയില്ല. അപ്പൊ നോക്കൂ, ആ തുലാസിൽ എന്തൊക്കെയാണ് തൂക്കുക? പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ. അത് ദുനിയാവിൽ നീ ചെയ്തതും അതുപോലെ മരണത്തിന് ശേഷം രേഖപ്പെടുത്തപ്പെടുന്ന മുറിയാത്ത അമലുകളുണ്ടല്ലോ, നല്ല അറിവ് പഠിപ്പിക്കുക, അതുപോലെ ജാരിയായ സദഖ, അതിനുവേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം, ഈ സൽപ്രവർത്തനങ്ങളും ആ മീസാനിൽ തൂക്കുന്നതാണ്. അതുപോലെ നോക്കൂ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യാൻ അനുവാദമുള്ള കർമ്മങ്ങൾ, മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ അനുവാദമുള്ള കർമ്മങ്ങളുണ്ട്, എന്നാൽ ചെയ്യാൻ തെളിവില്ലാത്ത കർമ്മങ്ങളുമുണ്ട്. ഖുർആനിലും സുന്നത്തിലും വന്നതേതോ അത് നമ്മൾ ചെയ്യാമെന്ന് അല്ലാത്ത ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് മരണപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യാം, അവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി. അതുപോലെ ഹജ്ജും ഉംറയും ചെയ്യാം, പക്ഷെ ചെയ്യുന്ന ആൾ നേരത്തെ അത് അവനവന് വേണ്ടി ചെയ്തിരിക്കണം. ഇതുപോലെയുള്ള അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള എന്തോ അതും ആ ആളുടെ മീസാനിൽ തൂക്കുന്നതാണ്. എന്താണ് ഫലം? ഈ നന്മയുടെ തട്ട് തിന്മയുടെ തട്ടിനേക്കാൾ ഭാരം തൂങ്ങിയാൽ അവൻ സ്വർഗത്തിലാണ്. തിന്മയുടെ തട്ടാണോ ഭാരം തൂങ്ങിയത്, അവൻ നരകത്തിലാണ്, അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ. രണ്ടും ഒരുപോലെ ആയാൽ അവർ അറാഫിലായിരിക്കും. സ്വർഗ നരകങ്ങൾക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു ഇടമാണ്. സൂറത്തുൽ അറാഫിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ അവരുടെ സങ്കേതം അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ സ്വർഗത്തിലായിരിക്കും. ഇതാണ് മീസാനിന്റെ ഫലം. ആ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുക കലിമത്തു തൗഹീദാണ്. അതുപോലെ ആ മീസാനിൽ ഭാരം തൂങ്ങുന്ന വേറെയും കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും ഭാരമുള്ളത്, യാതൊരു സംശയവുമില്ല. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നത് മീസാൻ നിറക്കുന്ന അമലാണ്. സൽ സ്വഭാവം മീസാനിൽ വലിയ ഭാരമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വലിയ ഭാരമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പരലോക രംഗങ്ങളിൽ അടുത്തത്. ഇനി അവിടെയുള്ള രംഗങ്ങളിൽ അടുത്തത് സിറാത്താണ്. സിറാത്ത് എന്നാൽ നരകത്തിന് മുകളിലുള്ള പാലമാണ്. നരകത്തിന് മുകളിലുള്ള പാലം. നോക്കൂ നിങ്ങൾ, അതിന്റെ അപകടം നമുക്ക് മനസ്സിലാക്കാൻ അത് നരകത്തിന്റെ മുകളിലാണെന്നത് മാത്രം ചിന്തിച്ചാൽ മതി. അത് നരകത്തിന് മുകളിലാണുള്ളത്. അതന്നെ അതിന്റെ വലിയ അപകടമാണ്. മറ്റൊന്ന്, അതിന് മുകളിലൂടെ പോകാത്ത ഒരാളും ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതിന് മുകളിലൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹു നിശ്ചയിച്ച തീരുമാനമാണത്. ആ പാലം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള പാലമാണ്. അതല്ലാതെ എന്തല്ല, ആലങ്കാരിക പ്രയോഗമോ മറ്റോ അല്ല. ചില ആളുകൾ പറയും ആലങ്കാരിക പ്രയോഗമാണ്, മജാസ അല്ല, യഥാർത്ഥത്തിലുള്ള പാലമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞത് വഴുവഴുപ്പുള്ളതാണ്, അതിൽ ഉറച്ചു നിൽക്കുക പാടാണ്. വഴുവഴുപ്പുള്ളതുകൊണ്ട് ആർക്കാണ് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നവനാരോ അവനാണ്. അതുപോലെ അതിന്റെ ചുറ്റും, അതിന്റെ അരികിൽ മുള്ളുകളും കൊക്കകളും കൊളുത്തുകളും ഉണ്ടാകും. എന്തിനു വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അതിലൂടെ കടന്നു പോകുന്നവരെ കൊളുത്തിപ്പിടിക്കാനാണ്, നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമഖ്ദൂഷുൻ ബിഹ് വമഖ്ദൂജുൻ ബിഹ് വമഖ്ദൂഷുൻ മുർസൽ ഫനാജിൻ മുസല്ലം. മുറിവേറ്റ് രക്ഷപ്പെടുന്നവരുണ്ടാകും, എന്നാൽ അതിലേക്ക് വീഴുന്നവരുമുണ്ടാകും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഒരു മുടിനാരിനേക്കാൾ നേർത്തതാണ്, വാളിനേക്കാൾ മൂർച്ച ഉള്ളതാണ്. അങ്ങനെ ഒരു പാലം വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. അതിലൂടെ കടന്നു പോവുക മുസ്ലിമീങ്ങളും അതുപോലെ ഇസ്ലാം പുറമേക്ക് അഭിനയിച്ച മുനാഫിക്കുകളുമാണ്. മുസ്ലിമീങ്ങളും പോകും, അതുപോലെ ഇസ്ലാം പുറമേക്ക് അഭിനയിച്ച മുനാഫിക്കുകളും. എന്നാൽ അവിടെ വെച്ച് മുനാഫിക്കുകൾക്ക് അവരുടെ വെളിച്ചം കെട്ടുപോകുന്നതാണ്. വെളിച്ചം കൊണ്ട് മാത്രമേ അതിലൂടെ കടന്നുപോകാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ തന്റെ മുന്നിൽ ഒരു പർവ്വതം പോലെ വെളിച്ചം ലഭിക്കുന്നവരുണ്ടാകും. അതിനു മുകളിൽ ഒരു ഈത്തപ്പനത്തടി, വലതുഭാഗത്ത് വച്ച ഒരു ഈത്തപ്പനത്തടിയുടെ പോലെ വെളിച്ചം ലഭിക്കുന്നവരുണ്ടാകും. അതിൽ താഴെ ലഭിക്കുന്നവരുണ്ടാകും. തന്റെ കാൽ വിരലിന്റെ അത്ര മാത്രം വെളിച്ചം കിട്ടുന്നവനുണ്ടാകും. അതുതന്നെ യുദീഉ മറ വയുത്ഫഉ മറ. ചിലപ്പോൾ അത് തെളിയുകയും ചിലപ്പോൾ കെട്ടുപോവുകയും ചെയ്യും. അത് തെളിഞ്ഞാൽ അവൻ മുന്നോട്ട് നടക്കും, കെട്ടുപോയാൽ അവൻ അവിടെ നിൽക്കും. നോക്കൂ, വഹീന്റെ നൂർ അത് ഈ ദുനിയാവിൽ സ്വീകരിച്ചവന് അതിനനുസരിച്ചാണ് പരലോകത്ത് ആ നൂറ് ലഭിക്കുക. ഈ വെളിച്ചത്തിൽ വ്യത്യാസമുണ്ട് എന്നതുപോലെ അതിലൂടെ കടന്നു പോകുന്ന വേഗതയിലും വ്യത്യാസമുണ്ടാകും. മിന്നൽ വേഗതയിൽ പോകുന്നവരുണ്ടാകും. കണ്ണിമ വെട്ടുന്നതുപോലെ നക്ഷത്രങ്ങൾ മിന്നി തെളിയുന്നത് കണ്ടിട്ടില്ലേ? ആ വേഗതയിൽ, കാറ്റിന്റെ വേഗതയിൽ, അതിവേഗം സഞ്ചരിക്കുന്ന കുതിരകളുടെ വേഗതയിൽ, ഒട്ടകങ്ങളുടെ വേഗതയിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു ചിലർ യസ്ഔന സഅയൻ, ഓടിക്കടക്കും. വാഖറൂന യംശൂന മശ്യൻ, ചിലർ അതിലൂടെ നടന്നുപോകും. വാഖറൂന യഹ്ബൂന ഹബ്വൻ, മുട്ടിലിഴഞ്ഞു പോകുന്നവരുണ്ടാകും. വാഖറൂന യസ്ഹഫൂന സഹ്ഫൻ യുസ്ഹബു സഹ്ബൻ, സുബ്ഹാനല്ലാഹ്, വലിച്ചിഴക്കപ്പെടുന്നവരുണ്ടാകും. അങ്ങനെ പോകുന്നവർ അവിടെ ഉണ്ടാകും. അന്ന് റസൂലുകളല്ലാതെ സംസാരിക്കുകയില്ല. വജഅവ الرسل يومئذ اللهم سلم سلم. നബിമാർ അന്ന് പറയുക, അവരുടെ വാക്കെന്തായിരിക്കും? അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവെ കാക്കണേ എന്നായിരിക്കും. അമാനത്തും റഹിമും, ഒരാളുടെ വിശ്വസ്തതയും കുടുംബ ബന്ധവും ഇതിന്റെ രണ്ടു ഭാഗത്ത് വന്നു നിൽക്കും. എന്തിനാണ്? അത് പാലിച്ചവർക്ക് വേണ്ടി ശുപാർശ പറയാനാണ്. ഇത് പാലിച്ചവർക്ക് വേണ്ടി ശുപാർശ പറയാൻ. അതിലൂടെ കടന്ന് നരകത്തിന് മുകളിലൂടെ രക്ഷപ്പെട്ടവരല്ലാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. അല്ലാത്തവർ താഴേക്ക് വീഴും. നോക്കൂ നിങ്ങൾ, അതിന് മുകളിലൂടെ പോകുമ്പോൾ നരകത്തിൽ നിന്ന് കിട്ടിയത് എന്താണോ അതാണ് ഓരോരുത്തരുടെയും നരകത്തിലെ ഓഹരി.
അതിനു മുകളിലൂടെ പോകുമ്പോൾ നരകത്തിന്റെ എന്താണ് അവൻ അനുഭവിക്കേണ്ടി വന്നത്, അവന്റെ പോക്കിന്റെ വേഗത, ആ അനുഭവം അനുഭവിക്കാതെ ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല. വേഗത്തിൽ പോയവർക്ക് അത്രയും കുറച്ചാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറയുക, ഇമ്മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ഒരാളും അതിന്റെ വക്കത്ത് വരാത്തവരായി ഉണ്ടാവുകയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഖന്തറ, അത് കഴിഞ്ഞു പോകാനുണ്ടാകും. ഖന്തറ എന്നാൽ അതും ഒരു പാലമാണ് എന്ന്. അതെന്തിനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അത് പരസ്പരമുള്ള ഇടപാടുകൾ തീർക്കാനാണ്. എത്രത്തോളം സുബ്ഹാനല്ലാഹ് സ്വർഗവാസികൾക്ക് നരകവാസികളുമായി എന്തെങ്കിലും ഇടപാടുണ്ട് എങ്കിൽ പോലും, നരകത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തനുമായി എന്തെങ്കിലും ഇടപാടുണ്ട്, അവനോട് എന്തെങ്കിലും അതിക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുപോലും അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ തീർത്ത് ശുദ്ധീകരിച്ചിട്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. കാരണം സ്വർഗം അത് തയ്യിബുകളുടെ, വിശിഷ്ടരായ ആളുകളുടെ ദാറാണ്. അവിടെ ഒരു കറയുമായ ഒരുത്തിന് കയറാൻ സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നോക്കൂ, ആ ഖന്തറത്തിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഖ്തസ്സു ലിബഅദിഹിം മിൻ ബഅദ് മദാലിമു കാനത് ബൈനഹും ഫിദ്ദുനിയ ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതൊക്കെ തീർത്ത് ശുദ്ധീകരിക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ടാൽ ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് അനുവാദം ലഭിക്കുകയായി. ഫവല്ലദീ നഫ്സി ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, റബ്ബ് തന്നെ സത്യം, ലഅഹദുഹും അഹ്ദാ ലിമൻസിലിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ്ദുനിയ, സ്വർഗത്തിൽ സ്വർഗവാസി കടന്നാൽ ദുനിയാവിലെ അവന്റെ വീട്ടിലേക്കുള്ള വഴി അവൻ എത്ര മാത്രം നിസ്സാരമാണ്, കണ്ണുമുട്ടി പോകൂലേ, അതിനേക്കാൾ അവന് സ്വർഗത്തിൽ അവന്റെ കൊട്ടാരങ്ങളിലേക്കുള്ള വഴി അറിയുമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അവന്റെ സ്വർഗത്തിലെ വീട്ടിലേക്ക് അവൻ നേരത്തെ പരിചയമുള്ളതുപോലെ അല്ല, ദുനിയാവിൽ അവന്റെ വീട്ടിലേക്ക് പോകാൻ അവൻ എത്ര വഴി പരിചയമുണ്ട്, അതിനേക്കാൾ പരിചയമുള്ള നിലയിലാണ് അവൻ സ്വർഗത്തിലേക്ക് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോക രംഗങ്ങളിലെ ഭീകരതകളിൽ നിന്ന് അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم حاسبنا حسابا يسيرا. اللهم إنا نعوذ بك من النار ونسألك الجنة. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.